ബോയിൽഡ് ബ്രെഡാണ് കേട്ടോ തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ബ്രെഡ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പാല് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ചൂട് മാത്രം മതി. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എടുത്തിട്ടുള്ളത് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് കുതിർത്ത് വെക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ തന്നെ മൈദയിലേക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ടങ്ങ് മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ എടുക്കുമ്പോൾ പാല് ചൂട് കൂടി പോകരുത്, ഒരു ചെറിയ ചൂട് മാത്രം മതി. ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനി അടച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പും മൈദയും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ പാലും ഈസ്റ്റും നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്, ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനെ ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. മൈദയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒലിവ് ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ മെൽറ്റാക്കിയിട്ട് ചേർക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മൈദ ഒന്ന് കയ്യിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം മൈദ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടങ്ങ് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം, എങ്കിൽ മാത്രമേ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടൂ. അപ്പോൾ ഇത് നല്ലപോലെ സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് തന്നെ വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് ഡബിളായി കിട്ടും. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് ഡിവൈഡ് ചെയ്തിട്ടെടുക്കാം. ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് നീളത്തിൽ റോൾ ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വലിയ ബ്രെഡ് വേണമെങ്കിൽ ഒരു 3ഓ 4ഓ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓരോന്നും ബോളാക്കി എടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. കുറച്ച് മൈദ ഒന്നിട്ട് കൊടുത്തിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് പരത്തിയിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതാ സൈഡൊക്കെ നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളിത് ബോയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഇളകിപ്പോവും. അപ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതേപോലെ വീണ്ടും ഒന്നുകൂടി ഒന്ന് റോൾ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ ബോളാക്കി എടുത്തിട്ട് ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ റോൾ ചെയ്തിട്ട് വയ്ക്കാം.
ഇങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോഴും നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് വേണം ഇത് റോൾ ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡ് രണ്ടും അതുപോലെ ഈ നമ്മൾ ഒട്ടിക്കുന്ന ആ ഒരു ജോയിൻ്റ് ആവുന്ന ഭാഗവും നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കണം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1-2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ട് ഈ ഒരു ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അത് 2 മിനിറ്റ് കൂടെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഇടേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇതൊന്ന് വീർത്ത് വരും. വീർത്ത് വന്നു കഴിയുമ്പോൾ ഇതിങ്ങ് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റണം. ഒരു 4 മിനിറ്റൊക്കെ ഈ വെള്ളത്തിൽ തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഇതേപോലെ സൈഡിൽ നിന്ന് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഒട്ടിച്ചു കൊടുത്തിരുന്നു, എന്നാലും നല്ല പോലെ തന്നെ പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ ഇളകി വരും. അപ്പോൾ ഒരു 4 മിനിറ്റ് ആയപ്പോൾ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ തയ്യാറാക്കിയതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുമ്പോൾ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ഒന്ന് സ്ലിറ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇതേപോലെയാണ് വേണ്ടത്. എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ ഒന്ന് സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 എണ്ണമാണ് വെച്ചിട്ട് ബേക്ക് ചെയ്യുന്നത്. അതുപോലെ വലിയ ട്രേ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഓവൻ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ട് കുറച്ച് പാലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു മുകൾ ഭാഗം കുറച്ചും കൂടെ ഒരു നല്ല കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും മാത്രമല്ല മുകൾ ഭാഗം ഒന്ന് സോഫ്റ്റ് ആയിട്ടും കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് 10 മിനിറ്റ് കൂടെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണിത്. ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു ടവലിട്ടിട്ട് അടച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എല്ലാ ബ്രെഡും ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഓവനില്ലാതെ വേണമെങ്കിലും ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മുകൾ ഭാഗമൊക്കെ കുറച്ച് കളർ കുറവായിരിക്കും. നമ്മൾ ഓവനിൽ ചെയ്യുമ്പോൾ മുകളിൽ നിന്നും ഉള്ള ചൂട് കൊണ്ട് മുകളിൽ നല്ലൊരു ബ്രൗൺ കളറായി കിട്ടും. ഓവനില്ലാതെ ചെയ്യുമ്പോൾ ആ ഒരു ബ്രൗൺ കളർ ആവില്ല എന്നേ ഉള്ളൂ, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ വളരെ ഈസിയാണ് ഈ ഒരു ബ്രെഡ് തയ്യാറാക്കി എടുക്കാനായിട്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. നിങ്ങൾ ഈ ഇതേപോലെ ബ്രെഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും നല്ല പോലെ തന്നെ കിട്ടും. ഇത് നിങ്ങൾക്ക് സാൻഡ്വിച്ച് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ചീസൊക്കെ ഇട്ടിട്ട് നമ്മൾ പിസ്സ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ബേക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രെഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവർക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.